കൃഷിക്കാർക്ക് ജൂൺ മാസം എന്ന് പറഞ്ഞാൽ പെരുന്നാളാ. കാരണം എന്തെങ്കിലും ചെടി അങ്ങ് നട്ടു കൊടുത്താൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, പോയി കിടന്നുറങ്ങാം. മഴ പെയ്ത് അങ്ങ് ഉഷാറായിക്കോളും. ഉഷാറായിട്ടുണ്ടാവട്ടെ. ഇനി കൈക്കോട്ട് എടുക്കാം, കുറച്ചവിടെ ഉറച്ചിട്ട് കൈക്കോട്ട് കൊണ്ട് ഇതാക്കാം. അതിനുപോലെ പിടിക്കണം കൈ കൊണ്ട്. അപ്പൊ സെറ്റല്ലേ എല്ലാരും. രണ്ടാമത്തെ ബട്ടർ, 4 ബട്ടർ അവിടെ നടുന്നുണ്ട്. മൂന്നാമത്തെ ബട്ടർ കണ്ടില്ലേ? ഇതൊക്കെ ഹൈബ്രിഡ് ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാ. ബട്ടർ നടുക, 4 ബട്ടർ ഇന്ന് നടുന്നുണ്ട്. 3 നട്ട് കഴിഞ്ഞു, ഇത് 4മത്തതാ. കുറച്ച് മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കൈക്കോട്ട് പിന്നെ കൈക്കോട്ടോട്ട് പിന്നെ നല്ല പിടിച്ച് നിൽക്കുള്ളൂ. ഇപ്പൊ നിന്നില്ലേ? സൂപ്പറായില്ലേ? ഇനി നമുക്ക് മഴ കിട്ടിയാൽ അങ്ങനെ ഉഷാറായിക്കോളും. അങ്ങനെ നിവർത്തി നിർത്തട്ടെ. ഇതിനൊരു കെട്ടുണ്ട്, ആ കെട്ടുതാ ഇവിടെയാണ് അതിന്റെ കെട്ട്. കണ്ടില്ലേ? ആ കെട്ട് മൂടരുത് എന്നാ ഞങ്ങളോട് പറഞ്ഞു തന്നത്. നല്ല വളക്കൂറുള്ള സ്ഥലം അത്, ഒരു കല്ലില്ല. അപ്പൊ സെറ്റായി. എല്ലാം ഞാന് നട്ടതാ. ഉച്ചക്ക് ശേഷം അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കുറച്ചങ്ങ് നടും. അങ്ങനെ കുറെ ദിവസം കൊണ്ടുണ്ടായതാട്ടോ, ഒരു ദിവസം കൊണ്ടുണ്ടായതൊന്നും അല്ല. ഇതാ കണ്ടില്ലേ? ഇതൊന്നും മുള വന്നില്ല, ഞാൻ നട്ട് പോയിട്ടേ ഉള്ളൂ. മഴന്റെ മുമ്പ് ഒരു 10 ദിവസം അടിഞ്ഞ മഴ പെയ്തില്ലേനിയോ, അതിന്റെ മുമ്പ് നട്ടതാണ് ഇത്. പിന്നെ മഴയെല്ലാം കഴിഞ്ഞൊന്ന് വന്ന് നോക്കുമ്പോ ഫുള്ള് മേലുള്ള ചില്ലകന്ന് വെള്ളം വീണിട്ട് മണ്ണൊക്കെ തെറിച്ച് പോയി. മണ്ണില്ലേ? രണ്ടാമത് ഇതാ മണ്ണിട്ട് കൊടുത്തതാ. ഇതാ കണ്ടില്ലേ? ഇതെല്ലാം നമ്മൾ വിചാരിച്ചാലും ഒരു കപ്പയൊക്കെ കപ്പ കടയിൽ പോയാൽ കിട്ടില്ലേ എന്ന് പറയുന്നവരുണ്ട്. എന്നോട് തന്നെ പറയൂ, എന്തിനാ ഈ പണിയെടുക്കുന്നത്, കടയിൽ പോയാൽ കിട്ടൂലേ. പക്ഷെ രസമല്ലേ നമ്മളെ തോട്ടത്തിൽ. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നടുന്നൊന്നും അല്ല, നമ്മളിഷ്ടത്തിന്. നമുക്കൊരു ഞായറാഴ്ച അവധി ദിവസം വരുമ്പോൾ ഒരു കപ്പ പുഴുക്ക് ഉണ്ടാക്കുക, കപ്പ ബിരിയാണി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ വരിക, പറിക്കുക, എന്നിട്ട് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തിന്നൂടെ? കപ്പ ബിരിയാണിയൊക്കെ ഇതാ ഉഷാറ്. ഇവിടെ ഒക്കെ ഇട്ട് ഇതൊക്കെ മണ്ണ് രണ്ടാമത് ഇട്ടതാ. ഒക്കെ മണ്ണ് തെറിച്ചു പോയിരുന്നു മഴന്റെ ശക്തി കൊണ്ട്. ഇതൊക്കെ ഉഷാറായി. ഇതിനിപ്പോ 10 ദിവസം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഉഷാറായി. അവിടെ ഒന്നും ആവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല വരുമ്പോ ഇങ്ങനെ നടുന്നാണെന്ന്. മണ്ണൊക്കെ രണ്ടാമത് മണ്ണിട്ട് പൊതയിട്ട് ഒക്കെ അങ്ങനെ ചെയ്താൽ ഇനി എപ്പോഴെങ്കിലൊക്കെ വന്ന് നോക്കിയാൽ മതിയല്ലോ. ഞാൻ നടുന്ന രീതി ഞങ്ങളെ കാണിക്കുന്നത്. നിങ്ങളെങ്ങനെയുള്ളതൊന്ന് കമന്റ് ചെയ്തോണ്ടിട്ടോ. എനിക്കറിയില്ല, ഇതൊക്കെ ഞാൻ നടുന്ന രീതിയാ. അതിൻ്റെ ഇടയിൽ കാപ്പി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട് കാപ്പി. ഈ സ്ഥലം കാലി സ്ഥലമായിരുന്നു. അവിടെ ഞങ്ങൾ നിറച്ച് കാപ്പി, ബട്ടർ, കവുങ്ങും തൈ ഇതൊക്കെ അവിടെ എല്ലാം വെച്ച് ഇവിടെ വെച്ചു. ഇതിനെ വിത്ത് വാങ്ങി പോയതായിരുന്നു, നട്ടിട്ട് ഇതാ മുളച്ച് കണ്ടോ? ഇവിടെ ഇതാ മുളച്ച്, ഇതാ ഇവിടെ ഇതാ മുളച്ച് വരുന്ന്. ഒക്കെ ഞങ്ങളെ ഈ പുതിയ പറമ്പിലാ. മത്തൻ വള്ളി ഉണ്ട്, മത്തനൊക്കെ ഉഷാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ പയർ ആളായി വരുന്നു. മഴ കിട്ടിയാലേ ഇപ്പം അത് ഉഷാറാവും. ഇവിടെ മഴ കിട്ടിയില്ല, ലോടത്തും ഉണ്ട്, ഇവിടെ അല്ല. ചക്ക കണ്ടോ? അടിപൊളി ചക്ക, എന്തൊരു ടേസ്റ്റാന്നറിയോ? എന്താ അവിടെ അവിടൊക്കെ ചക്ക ഉണ്ട്. അവിടെ ഉണ്ട് ചക്ക. ഇവിടെ ചോലടിക്കുന്ന ഒരു ഭാഗത്ത്, ചോലടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഉണ്ട് ചക്ക, എല്ലായിടത്തും ചക്കയാ. ഹായ് കൂട്ടുകാരെ, കണ്ടില്ലേ ഒരു ചെടി, നല്ല അലങ്കാര ചെടി. ഇത് ഞങ്ങളെ തോട്ടത്തിലൊരു സൈഡിൽ കാട്ടിലുണ്ടായതാ. നോക്ക്, ഇതിന്റെ പേരൊന്ന് പറയോ?
ഇത് നഴ്സറി പോയാൽ ഇങ്ങനെ കൂടിലാക്കി വെച്ചാൽ എന്തൊരു ഭംഗിയുണ്ടോ എന്ന് നല്ല പൈസയും കൊടുക്കണം. ഇതിൽ നോക്ക്, ഇവിടെ ഇതാ ഒന്ന്, ഇവിടെ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ വെട്ടിപ്പോക്കാൻ വെച്ചതാ. ഇതാ വേറൊരു ചെടി അലങ്കാരത്തിനുള്ള. ഇതൊക്കെ നമ്മൾ പൊന്നുപോലെ നോക്കൂ, പക്ഷെ ഉണ്ടാവൂല, അത്ര ഉഷാറുണ്ടാവൂല. കാട്ടിൽ നോക്ക് എന്താ ഉഷാറ്. ഒക്കെ ഞങ്ങളെ പറമ്പിന്റെ സൈഡിലുള്ളതാ. വെറും കപ്പയും ബട്ടറും ഒക്കെ കണ്ടിട്ട് ചിലർക്ക് അത് താല്പര്യം ഉണ്ടാവൂല. അപ്പൊ കണ്ണിനൊരു ഇമ്പം വരാൻ എന്താ പൂക്കൾ കണ്ടോളൂ. എന്റെ മുറ്റത്തുള്ള പൂക്കളൊക്കെ പോയിട്ടുണ്ട്, ഉഷാറായി വരുന്നേ ഉള്ളൂ. ഇത് വീണ്ടും പോവും, മഴ പിടിക്കുകയാണല്ലോ. ഡെയ്സി പൂവിടാണെങ്കിൽ നല്ല കട്ടക്ക് പൂവിടും. ഇത് മുട്ട ഡെയ്സി ഉഷാറുണ്ട്. എന്തൊരു ഇഷ്ടമായി ഈ കളറ് എന്നറിയോ. എന്താ ഇഷ്ടം പോലെ മുട്ട. ഇവിടെതാ ആളായി വരുന്ന്. ഇവിടെതാ മുട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാരും ജെറേനിയൊക്കെ നടാൻ നോക്കി. എന്റെ കുഞ്ഞ് ജെറേനിയ പൂടാൻ നോക്കുന്നു. അതോ നല്ലൊരു പൂവായിരിക്കും ഇത് കേട്ടോ. വലിപ്പം കണ്ടില്ലേ. അങ്ങനെ തോട്ടത്തു നിന്നൊക്കെ കയറി വീട്ടിലേക്ക് പോവുക. കുറഞ്ഞ ദൂരേ ഉള്ളൂ, 5 മിനിറ്റ് വേണ്ട. പക്ഷെ കാറിൽ പോക്കുന്ന് മാത്രം. അപ്പൊ എന്റെ വീഡിയോ എല്ലാരും കണ്ടല്ലോ. ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.